മീഡിയസിലേക്ക് സ്വാഗതം. മാർക്കോ റിലീസ് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ തിയേറ്റർ ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ 190 മുകളിലുള്ള തിയേറ്ററുകളാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നല്ല തിയേറ്ററുകളാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. 190 തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും ഉള്ള സ്ഥലങ്ങളിൽ ഗംഭീരമായിട്ടുള്ള റിലീസ് തന്നെയാണ്. എറണാകുളത്ത് ഗംഭീര ബുക്കിങ്ങും അതേപോലെ ചില തിയേറ്ററുകളിൽ 11-12 ഷോസും ഉണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള കാര്യം. ഓൾ ഇന്ത്യ ലെവലിലുള്ള തിയേറ്റർ ലിസ്റ്റും ഇതിനോടൊപ്പം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഏകദേശം 25 മുകളിലുള്ള തിയേറ്ററുകൾ കാണുന്നു. വെള്ളൂർ, പോണ്ടിച്ചേരി, സേലം, തൂത്തുക്കുടി, ഈറോഡ്, തിരൂർ, അങ്ങനെ തുടങ്ങുന്ന ട്രിച്ചി, അങ്ങനെ വലിയ വലിയ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അതിൻ്റെ തിയേറ്റർ ലിസ്റ്റുകൾ വരുന്നുണ്ട്. കോയമ്പത്തൂർ വന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഏകദേശം 20-25 തിയേറ്ററുകളുടെ മുകളിൽ കാണിക്കുന്നുണ്ട്. പോർട്ട് ബ്ലെയർ ഉണ്ട്. അതേപോലെ കർണാടകയിൽ വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് തന്നെയാണ് നമുക്ക്, അല്ലെങ്കിൽ തിയേറ്റർ ലിസ്റ്റുകളാണ് നമുക്ക് കാണാനുള്ള. ബാംഗ്ലൂരിൽ മികച്ച ഒരു തിയേറ്റർ കൗണ്ട് കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അതേപോലെ തന്നെ മുംബൈയിലും നല്ല ലെവലിലുള്ള ഒരു തിയേറ്റർ ലിസ്റ്റ് കൗണ്ടുകളാണ് വന്നിരിക്കുന്നത്. പൂന, അതേപോലെ ഗോവ, ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി ആൻഡ് നോർത്ത് അങ്ങനെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഒറീസ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഇവിടെ എല്ലായിടത്തും സിനിമയുടെ റിലീസ്, അതായത് ഒരു സർട്ടിഫിക്കറ്റ് സിനിമയായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. എക്സ്ട്രാ വയലൻസ് ആണ് സിനിമയ്ക്ക് ഉള്ളത്. ഇനിയും വിദേശ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒമാനിൽ നല്ല ലെവലിലുള്ള ഒരു തിയേറ്റർ ചാർട്ടിങ് ചെയ്തിട്ടുണ്ട്. മസ്കറ്റ്, സൊഹർ, അതേപോലെ തന്നെ നല്ല നല്ല ലെവലിൽ ഖത്തറിലുണ്ട്. അതേപോലെ ബഹ്റിൻ തുടങ്ങി ഇവിടെയെല്ലാം സിനിമയുടെ ചാർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങൾ കാണാനുണ്ട്. വീണ്ടും ഈ പറഞ്ഞ പോലെ KSAയിൽ, അതായത് കുവൈറ്റിൽ നല്ല ലെവലിലാണ് സിനിമയുടെ ടിക്കറ്റ് നമ്മുടെ ബുക്കിംഗ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം അത്രയും നല്ല തിയേറ്ററുകളും ഉണ്ട്. വലിയ രീതിയിലുള്ള ഒരു റിലീസ് തന്നെയാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും രാവിലെ സിനിമ ആളിക്കത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോഴും സിനിമ ആ ഒരു റേഞ്ചിൽ തന്നെ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും മികച്ച ഒരു തിയേറ്റർ ചാർട്ടിംഗ് ആണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ഒരു ടൈമാണ് എന്നറിയുന്ന റൈഫിൾ ക്ലബ് ഉണ്ടായിരുന്നു. അതുകൂടാതെ വരുന്ന ആഴ്ച ബറോസ് വരുന്നുണ്ട്. ഇത്രയും ചിത്രങ്ങൾക്ക് ഇടയിലേക്ക് വരുമ്പോഴത്തേക്ക് അതേപോലെ ED എന്ന ചിത്രമുണ്ട്. അപ്പോൾ തിയേറ്ററുകളുടെ കൗണ്ട് സ്വാഭാവികമായും കുറവായിരിക്കുമെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഉള്ള സ്ഥലങ്ങളിൽ ഗംഭീര റിലീസ് തന്നെയാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. ആരൊക്കെയാണ് സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്, ഒപ്പം നാളെ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവർ ആരൊക്കെയാണ്, അവരൊക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയ.